കരിയർ അപ്ഗ്രേഡേഷൻ എന്നുള്ള പോയിന്റിലാണ് പലപ്പോഴും ആളുകൾ MBA എന്നുള്ള കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത്. സോ അത് മാനേജ്മെന്റ് സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ആൻഡ് എസ്പെഷ്യലി ഹെൽത്ത് കെയർ MBA പഠിക്കുന്ന സമയത്ത് അവർക്ക് ഈസി ആയിട്ട് ബിസിനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവെയർ ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് ആണ് ഒന്ന് ഡിസ്റ്റൻസ് MBA എന്നുള്ളതും ഇല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പോയി പഠിക്കുക എന്നുള്ള രണ്ട് ഓപ്ഷനാണ്. അവിടെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല, ഈക്വൽ ടു റെഗുലർ MBA തന്നെയാണ് വരുന്നത്. സോ അവർക്ക് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് MBA എന്നുള്ളത് പലപ്പോഴും ആരാണെങ്കിലും പഠിക്കുന്നത് ഡിഗ്രിക്ക് ശേഷമാണ് പൊതുവെ എല്ലാവരും MBA. അതല്ലെങ്കിൽ ഒരു കരിയർ അപ്ഗ്രേഡേഷൻ എന്നുള്ള പോയിന്റിലാണ് പലപ്പോഴും ആളുകൾ MBA എന്നുള്ള കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് ചിലപ്പോൾ ടീമിനെ മാനേജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ MBAയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഹെൽത്ത് കെയറിലാണ് ഒരു നിൽക്കുന്ന ഡോക്ടറാവും, അല്ലെങ്കിൽ ഒരു ക്ലിനിക് ഓണറാവും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന ഒരാളാണെങ്കിലും അവർക്ക് മാനേജിങ് സ്കിൽ എന്നുള്ളത് പലപ്പോഴും ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യുന്ന ആ സമയത്ത് അവരുടെ എക്സ്പീരിയൻസിലൂടെ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് പലപ്പോഴും ആളുകൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ അതിലുപരി ഇത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു പ്രോപ്പർലി ഒരു ഡിസൈൻ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് അവെയർ ആണെങ്കിൽ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. സോ MBA എന്നുള്ളത് നമുക്കറിയാം ഒരു മാനേജ്മെൻറ്റ് സ്കില്ലാണ് ശരിക്കും ആ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹെൽത്ത് കെയർ MBAയിലാവുന്ന സമയത്ത് ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ആളുകൾക്ക് അവരുടെ ടീം മെമ്പേഴ്സിനെ ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഒരു ക്ലിനിക്കോ ഹോസ്പിറ്റലോ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ചിലപ്പോൾ ഫിനാൻഷ്യലി അവർ ഓക്കെയോ ഒരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അവരുടെ സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ, പക്ഷേ അവർക്ക് ഉള്ളിലുള്ളൊരു പേടി എന്ന് പറയുന്നത് എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു ടീം വരുന്ന അല്ലെങ്കിൽ ആളുകളെ എങ്ങനെ എടുക്കാം, അവർക്ക് എങ്ങനെ വർക്കുകൾ അസൈൻ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഒരു സ്റ്റക്കിംഗ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒരു അവരുടെ മൈൻഡ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ അത് നമുക്ക് ശരിക്കും ക്ലിയർ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. സോ അത് മാനേജ്മെന്റ് സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ആൻഡ് എസ്പെഷ്യലി ഹെൽത്ത് കെയർ MBAയിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഈസി ആയിട്ട് ബിസിനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അതായത് ഹോസ്പിറ്റലാണെങ്കിലും ക്ലിനിക് ആണെങ്കിലും ഇല്ലെങ്കിൽ ഒരു മാനേജിങ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ മേ ബി അവരുടെ അണ്ടറിൽ ടീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെങ്ങനെ കറക്റ്റായിട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകും, അതിലൂടെ അവർക്ക് അവരുടെ ഗ്രോത്ത് എൻഷുർ ചെയ്യാൻ പറ്റും. സോ അതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഒരു ഹെൽത്ത് കെയർ MBA എന്നുള്ള സെഗ്മെന്റ്. കാരണം പണ്ടൊരു ജനറൽ ആയിരുന്നു MBA എന്നുള്ള സെഗ്മെന്റ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഓരോ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടും നമുക്ക് MBA സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡോക്ടേഴ്സിനാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ക്ലിനിക് ഓണേഴ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവെയർ ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ. MBA എടുക്കുക എന്നുള്ള എല്ലാവർക്കും ആഗ്രഹമാണ് ഒരു മാനേജർ ലെവലിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് ആണ് ഒന്ന് ഡിസ്റ്റൻസ് MBA എന്നുള്ളതും ഇല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പോയി പഠിക്കുക എന്നുള്ള രണ്ട് ഓപ്ഷനാണ്. ഡിസ്റ്റൻസ് MBAക്ക് അറിയാൻ നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒരു വാല്യൂ പലപ്പോഴും ഉണ്ടാവില്ല, ഒരു സെക്കൻഡ് കാറ്റഗറി എന്നുള്ള രീതിയിലേക്കാണ് പലപ്പോഴും. കാരണം വേറെ ഒന്നല്ല, ഡിസ്റ്റൻസ് MBAയിൽ അവിടെ കോൺടാക്ട് ക്ലാസ്സുകളോ ഒന്നും ടീച്ചിങ്ങോ ഒന്നും വരുന്നില്ല. സ്വയം പഠിക്കുക, എക്സാം സ്വന്തമായി പഠിച്ചു എഴുതുക എന്നുള്ളൊരു മോഡൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് ഒരു നോർമൽ അല്ലെങ്കിൽ നോർമൽ ഡിഗ്രിയുടെ അല്ലെങ്കിൽ നോർമൽ MBAയുടെ ലെവലിലേക്ക് എത്തുന്നത്. എല്ലാ ഡിഗ്രി അങ്ങനെ തന്നെ വരുന്നത്. MBA ആണെങ്കിലും ആ ഒരു നോർമൽ ഡിഗ്രിയുടെ വാല്യൂയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ പലപ്പോഴും ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 വർഷമൊക്കെ എത്തിയിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയി അവരുടെ കരിയറിൻ്റെ ഈ പറഞ്ഞ ഒരു ഫ്ലോയിൽ എത്തുന്ന സമയത്താകുമ്പോൾ അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് MBA എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർ ഒരു പേടിയാണ്. കാരണം അവിടുന്ന് ബ്രേക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ 2 വർഷം പോകുമ്പോൾ പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ജോലിയുടെ സേഫ്റ്റി കൺസേൺ ഉണ്ടാവും. ജോലി എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ അതേ അല്ലെങ്കിൽ ആ ഒരു ജോലി എനിക്ക് അവിടെ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. മാത്രമല്ല പിന്നെ സാലറി 2 വർഷത്തെ സാലറി ഇല്ലാതെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ, ഫിനാൻഷ്യലി എഫക്റ്റ് ആവുന്ന ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു സൊല്യൂഷനാണ്. ഇപ്പോൾ റീസെൻ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ ശരി നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഡിഗ്രീസിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റീസും ഇപ്പോൾ ഓൺലൈൻ ഡിഗ്രീസിലേക്ക് വന്നു തുടങ്ങി. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വൽ ടു റെഗുലർ ഡിഗ്രിയുടെ അതേ സെയിം വാല്യൂ ആണ്. സോ ഒരു MBA ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ കോളേജിൽ പോയി പഠിക്കുന്നതിന് പകരം അവർക്ക് അവരുടെ കരിയറും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീക്കെൻഡിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യും, 2 ഇയേഴ്സ് കൊണ്ട് തന്നെ ഓൺലൈൻ MBAയിൽ എടുക്കും ചെയ്യാം. അവിടെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല, ഈക്വൽ ടു റെഗുലർ MBA തന്നെയാണ് വരുന്നത്. സോ അവർക്ക് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ കരിയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവരുടെ കരിയർ ബ്രേക്ക് ആവുന്നില്ല, സാലറി റവന്യൂവിന് എഫക്റ്റ് ആവുന്നില്ല. അത്
അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കൺസേൺ ആയിട്ട് നിൽക്കുന്ന ഈ പോയിന്റുകൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. മാത്രമല്ല നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് മൂവ് ചെയ്യാനും പറ്റുന്നുണ്ട്.